ചെല്ലക്കുടീസ് പ്രാവൻകുടി ഷാപ്പ്. ഐ തിങ്ക് 2025 മൈ ഫസ്റ്റ് കംപ്ലീറ്റ് തിയേറ്ററിക്കൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവി ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ഈ മൂവി കണ്ടത്. ബട്ട് ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. ബിക്കോസ് പല സീൻസിലും നമ്മുടെ മലയാളം മൂവിയുടെ ഒരു യൂഷ്വൽ ക്ലീസേ സാധനങ്ങളൊക്കെ ഇതിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് എല്ലാവർക്കും ഒരേ സെൻസിൽ ആ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് റിയലി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസി ജോസഫാണ് മെയിൻ ലീഡ്. ബേസിലിന്റെ സ്റ്റൈലിൽ ചെയ്ത ഒരു പോലീസ് ക്യാരക്ടർ കിടില എന്റർടൈനിങ് ആയിരുന്നു. ആളുടെ ആ ഡാർക്ക് ഹ്യൂമറും പരിപാടികളൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആളുടെ മാത്രമല്ല എല്ലാവരുടെയും പെർഫോമൻസും കിടിലായിരുന്നു. ആ ഡാർക്ക് ഹ്യൂമേഴ്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ടായി. ആൻഡ് ഫീമെയിൽ ലീഡിൽ വരുന്നത് ചാന്ദിനി ശ്രീധർ. ആളുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ലതായിട്ടുണ്ടായിരുന്നു. ദെൻ ചെമ്പൻ വിനോദ് ചേട്ടനുണ്ട്. പുള്ളിക്കൊക്കെ ഒരു കേക്ക് വാക്കാണ് ഈ ക്യാരക്ടർ. ആൻഡ് സൗബിൻ ഷാഹിർ ഉണ്ട്. He did its part very well. And ശ്രീരാജ് ശ്രീനിവാസന്റെ ഡിറക്ഷണൽ ഡെബ്യൂട്ട് ആണ് ഈ മൂവി. ബ്രോ ഒന്നും പറയാനില്ല, എക്സലന്റ് മേക്കിംഗ്. അതിൽ എടുത്ത് പറയേണ്ട ഒരു സീനുണ്ട്, സ്കൂൾ വാൻ ചേസിംഗ് സീൻ. വാട്ട് എ ഗ്രേറ്റ് പീസ് ഓഫ് മേക്കിംഗ് ദാറ്റ് ഈസ്. മലയാള സിനിമയുടെ തന്നെ ബെസ്റ്റ് ചേസിംഗ് സീൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഹൈലി വർത്താണ്. പിന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വിഷ്ണു ഗോവിന്ദാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഞാൻ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കണ്ടു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സീൻസിലൊക്കെ അത്യാവശ്യം ഈ ക്ലീഷേ ബ്രേക്കിംഗ് പരിപാടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇമോഷണലി ഓഡിയൻസിന് എത്രമാത്രം ഇത് കണക്ട് ആവും, എത്രമാത്രം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. എനിവേ ഫോർ മീ ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. സോ എല്ലാവരും പോയി കണ്ടിട്ട് വന്ന അഭിപ്രായം പറയും. ബൈ.